അങ്ങനെ എക്സാം എല്ലാം കഴിഞ്ഞ് 2 മാസത്തെ വെക്കേഷനാണല്ലോ വന്നത്. നമ്മൾ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. ആദ്യമൊക്കെ 2 മാസത്തിൽ മുക്കാൽ ഭാഗത്തോളം ഞാൻ വീട്ടിൽ തന്നെയാണ് നിൽക്കാറ്. ഇപ്രാവശ്യം നമുക്ക് പകുതിയാകുമ്പോൾ ഇങ്ങോട്ട് തന്നെ തിരിച്ചു പോകേണ്ടി വരും കേട്ടോ. കാരണം വീട്ടിലൊരു ഫംഗ്ഷൻ ഉണ്ട്. എന്നെപ്പാണ് കേട്ടോ ഞങ്ങളാക്കി തരുന്നത്. എൻ്റെ വീട്ടിലേക്ക് പോരാൻ ഇഷ്ടമില്ലാത്ത നിയമങ്ങളിപ്പോൾ മുന്നിലേക്ക് പോരും കേട്ടോ. കാരണം അവിടെ തനക്കുട്ടനുണ്ട് ഒക്കെ കളിപ്പിക്കാനായിട്ട്. പിന്നെ പോകുന്ന വഴിക്ക് എൻ്റെ കസിൻ്റെ മോനെയും കൂടി കൂട്ടാണ്ടായിന് കേട്ടോ, അവളെ വീട്ടിലാക്കി കൊടുക്കാനായിട്ട്. അങ്ങനെ അവനെയും വഴിക്കൊന്ന് കയറ്റിയിട്ട് ഞങ്ങളങ്ങനെ പോയി. അപ്പോൾ ആൾ വണ്ടിയിൽ കയറിയ പാടെ തന്നെ ഒറ്റ ഇരിപ്പാണ് കേട്ടോ. പുറത്തേക്ക് നോക്കിയിട്ട് ആൾക്ക് ഭയങ്കര നാണാണ്. ഞങ്ങളോടൊന്നും സംസാരിച്ചിട്ടില്ല കേട്ടോ. കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങാൻ വേണ്ടിയിട്ട് ഇതാ ഒരു ഫ്രൂട്ട്സും കടേൻ്റെ മുന്നിൽ നിർത്തി. അപ്പോൾ പഴുത്ത മാങ്ങ കഴിക്കാൻ കൊതിയായിട്ട് ഞാനിപ്പാനോട് മാങ്ങ തന്നെ വാങ്ങാൻ പറഞ്ഞു കേട്ടോ. അങ്ങനെ അതും വാങ്ങി. പിന്നെ സ്ഥിരമായിട്ടുള്ള നിയമങ്ങളുടെയും സജുവിൻ്റെയും തേൻമിഠായും കൂടി വാങ്ങിക്കൊടുത്തു. അങ്ങനെ അത് അവിടെ നിന്ന് തന്നെ അവർ കഴിച്ചു കേട്ടോ. 2 പാക്കറ്റ് വീട്ടിലേക്കും കൊണ്ടുപോയിട്ടുണ്ടായിനി. പിന്നെ ഒരു കാര്യമുള്ളത് എന്താ വെച്ചാൽ നമ്മൾ എവിടെ പോവുകയാണെങ്കിലും പകുതി എത്തുമ്പോൾ നിയമമൊക്കെ ഇതാ ഇതുപോലെ ഒരു തലക്കറക്കം മുണ്ടാതിരിക്കലൊക്കെ ഉണ്ടാവും കേട്ടോ. ഇടയ്ക്ക് ആളൊന്നും ഉറങ്ങും ചെയ്യും. അവൾക്ക് ഛർദ്ദിക്കാൻ വരില്ല. അങ്ങനെയൊക്കെ പല അസുഖങ്ങളും ഉണ്ടാവും കേട്ടോ അവൾക്ക് വണ്ടി കയറിയാൽ. അങ്ങനെ ഇപ്പോൾ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ എത്തിയ പാടെ തന്നെ ഉപ്പ അവിടെ റോട്ടിലുണ്ടായിന് കേട്ടോ. അപ്പം അവിടുന്ന് കണ്ടോണ്ട് തന്നെ തിരുവാലിയത്ത് ഉപ്പ അവിടെ നിന്ന് കണ്ട് പോകാൻ നിൽക്കായിരുന്നു. പക്ഷെ ഇപ്പം അല്ലേ ആളെ വിടുക, വീട്ടിൽ കയറിയിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ഉപ്പാനും കൊണ്ട് വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. അങ്ങനെ ലഗേജും കാര്യങ്ങളൊക്കെ ഇതാ 2 ആളും എടുത്തോണ്ട് എനിക്ക് പിന്നെ ഒന്നും പിടിക്കാണ്ടായിട്ടില്ല. തനിക്കുട്ടന് ഇതാ അവിടെ ഞങ്ങളെ കണ്ടന്തം വിട്ട് നിൽക്കുകയാണ് കേട്ടോ. പിന്നെ വീട്ടിലെത്തിയ പാടെ തന്നെ നിയമോളോളെ കൈക്കലാക്കിയിട്ടുണ്ട്. പിന്നെ സജും അങ്ങനെ മാറി മാറി അവരെ എടുത്തുകൊണ്ട് നടക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പോവോളം ഈ കുട്ടി നിലത്ത് ഇതിനെ നിർത്തൂല കേട്ടോ അവർ. അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ ആ ഡ്രസ്സൊക്കെ മാറിയിട്ട് നമ്മുടെ വീടിൻ്റെ ബാക്കിലുള്ളൊരു പൂളയുടെ മരം ഉണ്ടായിന് കേട്ടോ, മരച്ചീനി. നമ്മുടെ ഇവിടെ പൂളാന്നാണ് പറയുക. അതിൽ നിന്നും 2 കേങ്ങ എടുത്തിട്ടുള്ളൂ. അത്രയും വലുതായിരുന്നു കേട്ടോ. ഇതിൻ്റെ മുമ്പ് വരെ ഇതിന്ന് 2-3 കേങ്ങൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഫുള്ളായിട്ടൊന്നും എടുത്തിട്ടില്ല. പിന്നെ ബാക്കിയുള്ളിടത്തൊക്കെ നമ്മൾ കിളച്ച മണ്ണ് തന്നെ നീക്കി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ചെയ്തത്. ഉപ്പാക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ പൂള. അതുകൊണ്ട് തന്നെ അത്യാവശ്യം വലിപ്പമുള്ളതായതുകൊണ്ട് തന്നെ അപ്പം അത് മതി എന്ന് പറഞ്ഞ് അങ്ങനെ ഇപ്പോൾ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് പോയി കേട്ടോ. അങ്ങനെ തനക്കുട്ടൻ ഭയങ്കര ഹാപ്പിയായി ഞങ്ങളെ കണ്ടപ്പം. പിന്നെ ഞങ്ങൾ കൊടുന്ന മാങ്ങയൊക്കെ അമ്മ കട്ട് ചെയ്തിട്ട് തരികയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിന് കേട്ടോ. തിരുവാലി വീട്ടിലുള്ളത് മൂവാണ്ടൻ മാങ്ങ തന്നെയാണ് കേട്ടോ. പക്ഷെ അത് പഴുത്തിട്ടില്ല. അപ്പോൾ പഴുത്തത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിപ്പോന്നു. അങ്ങനെ പിറ്റേന്ന് രാവിലെ തന്നെ ഉമ്മയും നാത്തൂനും കൂടി ഓല വീട്ടിലേക്ക് പോയിട്ടോ. എന്നെ കണ്ടതോടുകൂടി ഉപ്പാൻ്റെ അടുത്ത് നിൽക്കാൻ ആളായല്ലോ എന്നും പറഞ്ഞിട്ട് ഉമ്മ വേഗം ഉമ്മമാൻ്റെ അടുത്തേക്ക് പോവാണ്. നാത്തൂന് പിന്നെ നാളെ കുട്ടികൾക്ക് മദ്രസ ഇല്ലല്ലോ, അതുകൊണ്ട് പോവാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും നാളെ തന്നെ വരും ചെയ്യും. എന്നാലും നമ്മളെ വീട്ടിൽ വരുമ്പോൾ ഉമ്മാരെ വീട്ടിലില്ല ഞാൻ ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ നമുക്കുള്ള പോലെ നമ്മുടെ ഉമ്മാർക്കും ഉണ്ടാവില്ല ഓലെ ഉമ്മാനെ കാണാനൊക്കെ പൂതിയൊക്കെ. എന്തായാലും ഉമ്മ പോയി വരട്ടെ. നമുക്കിനി അടുത്ത വിശേഷമായി വീണ്ടും കാണാം.